ഇന്ന് നമുക്ക് ഒരു അടിപൊളി ടീ കേക്ക് ഉണ്ടാക്കിയല്ലോ. നല്ല സോഫ്റ്റ് ആട്ടോ, ബേക്കറിയിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റുമാണേ. ഇനി നമുക്ക് 3 മുട്ട യോഗം വൈറ്റും സെപ്പറേറ്റ് ആക്കി കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് വൈറ്റ് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്യാം കേട്ടോ. കുറച്ച് മഞ്ഞയിൽ വീണിക്കുന്നത് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി കുറേശ്ശെ പൊടിക്കാത്ത പഞ്ചസാര ഇട്ടിട്ട് നല്ലപോലെ ബീറ്റ് ആക്കി കേട്ടോ. അത് നല്ലപോലെ ബീറ്റ് ആയതിന് ശേഷം ആ യോക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഒന്നുകൂടെ ബീറ്റ് ചെയ്യാം നല്ലോണം. പിന്നെ നമുക്ക് ഒരു 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതൊന്ന് ബീറ്റ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് നേരത്തെ ടച്ച് വെച്ച ഫ്ലോർ ഇട്ട് കൊടുത്തിട്ട് സാവധാനം മിക്സ് ആക്കി കൊടുക്കണം കേട്ടോ. സ്പീഡിലാക്കരുതേ, ബെറ്റർ തന്നു കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ബട്ടർ സ്കോച്ചിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അത് ഓപ്ഷനിലാണ്. എന്നിട്ട് സാവധാനം ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് പാനിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇനി ഒന്ന് സ്റ്റിക്ക് കൊണ്ട് ഇളക്കിയിട്ട് 2 തവണ ടാപ്പ് ചെയ്യണം കേട്ടോ. പിന്നെ നമുക്ക് പ്രളയൻസ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് നേരത്തെ ചൂടാക്കിയ ഓവൻ സെറ്റപ്പിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. 20 മിനിറ്റ് ബേക്ക് ആക്കിയാൽ മതിയേ. 20 മിനിറ്റ് ആയപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പെട്ടെന്ന് വിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാം. ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അടി കരിഞ്ഞല്ല കേട്ടോ. പ്രളയൻസ് ഒക്കെ അടിയിലാണ് പോയി നിന്നത് കേട്ടോ. ഇനി ടീ കേക്കിന് വേണ്ടി പ്രളയൻസ് ഉണ്ടാക്കുമ്പോൾ നല്ലപോലെ നൈസായിട്ട് പൊടിക്കണം കേട്ടോ.